നമസ്കാരം. ദൈവ തിരുനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്ന് നമ്മുടെ വലിയൊരു ഉപവാസ നോയമ്പിൻ്റെ 7ാമത്തെ ദിവസമാകുന്നു എന്ന് നമുക്കറിയാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഇന്ന് ചിന്തിക്കാനും നമുക്ക് പഠിക്കാനുമുള്ള വചനം നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു കുഷ്ഠരോഗി വരുന്നതും ആ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റിയാണ് നമുക്കത് ചിന്തിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന വിഷയമാണ്. പണ്ട് കാലത്ത്, അതായത് പഴയ നിയമത്തിൽ നമുക്ക് ഈ കുഷ്ഠരോഗമെന്ന് പറയുന്നത് നമുക്ക് സമൂഹത്തിൽ വെറുക്കപ്പെടുന്നതും സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ അടുപ്പിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അവരെ പള്ളികളിൽ കയറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അതിനെ സംബന്ധിച്ച് നമുക്ക് ലെവിറ്റിക്കൽ പുസ്തകത്തിൻ്റെ 13-14 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദീർഘമായിട്ട് അതിനെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഇത് ഇപ്രകാരമാണ്. നമ്മൾ സമൂഹത്തിൽ നമുക്ക് വെറുക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ അവരെ ധാർമ്മികമായിട്ട് അത് നമ്മൾ കാണുമ്പോൾ ധാർമ്മികമായിട്ടും സൊസൈറ്റിപരമായിട്ടും സമൂഹപരമായിട്ടും നമ്മളെ അത് വെറുക്കപ്പെട്ടതും അശുദ്ധമായ രീതിയിൽ കണക്കപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. അതിനെ ഇന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 തൊട്ട് 16 വരെ നമ്മൾ വിശ്ലേഷണം ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നോയമ്പ് നമുക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 12-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കുഷ്ഠരോഗി വരുന്നു. ആ കുഷ്ഠരോഗി വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നു, പ്രഭു, നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധനായിരിക്കും, നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധനാവും, നീ വിചാരിച്ചാൽ ശുദ്ധനാവും എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറയേണ്ടതായിരിക്കുന്നു. ആ കുഷ്ഠരോഗി വ്യക്തി പൂർണ്ണ സാമർത്ഥ്യത്തോടുകൂടി, താഴ്മയോടുകൂടി, വിശ്വാസത്തോടുകൂടി അദ്ദേഹം യേശു ക്രിസ്തുവിനോട് നല്ല ഉറപ്പോടുകൂടി അദ്ദേഹം പറഞ്ഞത്, നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധനായിരിക്കും എന്നാണ് പറയപ്പെട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് അവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിനെ നമ്മൾ കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നോയമ്പ് സമയത്ത് നമുക്ക് യേശു ക്രിസ്തുവിനോട് യഹോവയോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നീ വിചാരിച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിനെ എനിക്ക് ഈ 7ാമത്തെ ദിവസം, ഈ ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസം അത് എനിക്ക് കഴുകിക്കളയാനായിട്ട് സാധിക്കും. അത് നീ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാവരും അതിന് ഒരുക്കപ്പെടണം. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണപ്പെടുന്നത് ആ കുഷ്ഠരോഗിയുടെ താഴ്മയും വിശ്വാസവുമാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം, ഈ വചനം തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2-3 നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 തൊട്ട് 45 വരെ നമ്മൾ ഇത് കാണുന്നുണ്ട്. ഇങ്ങനെ ഈ ബുക്കുകളെല്ലാം ഗോസ്പൽ ബുക്കുകൾ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് എല്ലായിടത്തും ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട് ലേഖകർ. അപ്പോൾ നമ്മൾ 13-ാം വർഷത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്, യേശുവിൻ്റെ സ്പർശത്തെപ്പറ്റിയും അദ്ദേഹത്തിന് സൗഖ്യപ്പെടുത്തുന്നതിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ താഴ്മയും വിശ്വാസത്തിനെയും കണ്ടുകൊണ്ട് യേശു അദ്ദേഹത്തിനെ തൊടുകയും തൊട്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ്, ഞാൻ ആഗ്രഹിക്കുന്നു നീ ശുദ്ധനാകുക, ഞാൻ ആഗ്രഹിക്കുന്നു നീ ശുദ്ധനാകുക, ഞാൻ ആഗ്രഹിക്കുന്നു ശുദ്ധനാകുക എന്ന് പറയും. ഈ ഒരു വാക്ക് നമുക്കെല്ലാവർക്കും ഇന്ന് ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അശുദ്ധരായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ഈ പവിത്രമായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശു ക്രിസ്തു നമ്മളെ തൊഴാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ യേശു ക്രിസ്തു നമ്മളോട് പറയണം, ഞാൻ ആഗ്രഹിക്കുന്നു നീ ശുദ്ധനാകുക എന്ന് പറയാനായിട്ട് നമുക്ക് ഇടമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഈ പറയുന്ന യേശു ക്രിസ്തു നമ്മളെ തൊടുമ്പോൾ ആ അന്നത്തെ കാലത്തെ സൊസൈറ്റി രീതി അനുസരിച്ചും അതോടൊപ്പം തന്നെ റിലീജിയസ് വ്യവസ്ഥകളനുസരിച്ചും അത് ഒരിക്കലും ചെയ്യേണ്ടാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മളെ ഒരു റിസ്റ്റോറേഷനാണ് നമുക്ക് ചെയ്യുന്നത്, നമ്മളെ ഒരു പുനഃസ്ഥാപിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ രീതിയിലുള്ള ആ ഒരു ബന്ധനങ്ങളെ തകർക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തത്.
അങ്ങനെ യഹോവയുടെ ഒരു വലിയൊരു ദിവ്യ സാമർഥ്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. യഹോവയുടെ ഏറ്റവും വലിയ സ്നേഹമാണ് നമുക്കവിടെ യേശു ക്രിസ്തു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഉദാഹരണമായിട്ട് നമ്മളിത് കാണുമ്പോൾ 53 അധ്യായത്തിൽ, യെശയ്യായുടെ 53 അധ്യായത്തിൽ നമുക്ക് 4 വാക്യത്തിൽ നമുക്കിത് ഈ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്? നമ്മളൊന്ന് പരിശോധിക്കാം. യെശയ്യായുടെ 53 അധ്യായത്തിൽ 4 വാക്യത്തിൽ പറയുന്നത്, നിശ്ചയമായിട്ടും ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഞങ്ങൾ സഹിക്കുന്നു, ദുഃഖങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളെ നീ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ വിശ്വസിച്ചത് നിന്നെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തപ്പോൾ അത് യഹോവയാൽ ആണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അതായത് യെശയ്യാ പ്രവാചകൻ ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് യേശു ക്രിസ്തു വരും. വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനെ അന്ന് ആ സമയത്ത് റോമൻ സാമ്രാജ്യങ്ങൾ അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്യുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ യേശു ക്രിസ്തു യഹോവയാലാണ് അത് നടക്കുന്നതെന്നാണ് ആ സമയത്ത് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ നേരെ മറിച്ച് അങ്ങനല്ല. നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ പാപത്തിനും യേശു ക്രിസ്തു ബലിയാടായി ക്രൂശിൽ മരണപ്പെടുക ചെയ്തത്. ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം യേശു ക്രിസ്തു അവിടെ വെച്ച് സഹിക്കുക ചെയ്തത്. അങ്ങനെ സഹിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം 103 3 അധ്യായത്തിലും 3 വാക്കിലും 103 വാക്യത്തിൽ ഈ പ്രകാരമാണ്. ഇവിടെ ദാവൂദ് രാജാവ് പ്രാർത്ഥിക്കുന്ന ഈ പ്രകാരമാണ്, നമ്മുടെ അധർമ്മങ്ങളെ നീ ക്ഷമിക്കുക, എൻ്റെ അധർമ്മങ്ങളെ നീ ക്ഷമിക്കുക, അതോടൊപ്പം തന്നെ എൻ്റെ രോഗങ്ങളെ നീ സൗഖ്യപ്പെടുത്തുക. ഇവിടെ നമ്മുടെ അധർമ്മങ്ങളും ക്ഷമിക്കുകയും രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വചനമാണ് അവിടെ കാണുന്നത്. ഇത് ദാവൂദ് രാജാവിൻ്റെ നമുക്കൊരു വചനമാണ് നമുക്കിത് കിട്ടിയത്. ഇത് 14 വചനത്തിൽ കാണാൻ സാധിക്കുന്നത് യേശുവിൻ്റെ വ്യവസ്ഥയെ പറ്റിയാണ്. നമുക്ക് അദ്ദേഹം നമ്മളെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. സമൂഹത്തിൽ നമ്മൾ പാപികളായ നമ്മളെ ഓരോരുത്തരെയും വീണ്ടും സമൂഹത്തിൽ ശുദ്ധരാക്കിയിട്ട് നിഷ്കളങ്കരാക്കിയിട്ട് നമ്മളെ സമൂഹത്തിലും സ്വർഗരാജ്യത്തിലും പുനഃസ്ഥാപിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു വിറ്റ്നസ്സാണ് യഹോവയാൽ നമുക്ക് അത് സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ ഏകാന്തയിൽ 15ഉം 16ഉം പദത്തിൽ പറയുന്ന യേശു ക്രിസ്തു ഏകാന്തയിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഈ കുഷ്ഠരോഗിയോട് യേശു ക്രിസ്തു പറഞ്ഞിരുന്നു, നീ പോയി ആരോടും പറയാൻ നീ വീട്ടിലേക്ക് പോകും. അദ്ദേഹം അവിടെ പോയ വഴിയിൽ അദ്ദേഹത്തിന് പലരും കാണുകയും അതോടൊപ്പം തന്നെ പല മന്ദിരത്തിലുള്ള പൂജാരികളെ കണ്ടു. അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഇന്ന ആളാണ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ധാരാളം രോഗികളായിട്ടുള്ളവർ യേശു ക്രിസ്തുവിനെ വളയങ്ങു, അങ്ങനെ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ യേശു ക്രിസ്തു ആ സമയത്ത് അങ്ങനെയുള്ള തിരക്കിനിടയ്ക്കും യേശു ക്രിസ്തു യഹോവയോടുള്ള ബന്ധത്തിനെ പുലർത്തിക്കുവാൻ അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിന് യഹോവയായിട്ട് പ്രാർത്ഥനയിലാണ് അദ്ദേഹം മുഴങ്ങി നിന്നത്. അപ്പോൾ എല്ലാ തെള്ളുകളും തിരക്കുകളും കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മുടക്കാതെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ നമുക്ക് 15ഉം 16ഉം വചനത്തിൽ വാക്കുകളിൽ നമുക്ക് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എന്തെല്ലാം സേവനങ്ങൾ ചെയ്താലും നമ്മൾ ഇപ്പോൾ യഹോവയായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ പുലർത്തുന്നില്ലെങ്കിൽ അതിന് അർത്ഥമില്ലാതെ പോകുന്നു, ശൂന്യമാകുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകി നിൽക്കണം. സേവനങ്ങൾ നമ്മൾ ചെയ്യണം, ആവശ്യമാണ്. പക്ഷേ സേവനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ യഹോവയോട് പ്രാർത്ഥിച്ച് നമ്മൾ ബന്ധപ്പെടുക നമ്മുടെ ആവശ്യമാണ്. ഇവിടെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലും ഈ പ്രകാരമാണ്. യേശു ക്രിസ്തു അതിരാവിലെ ഇറങ്ങി വനത്തിലേക്ക് പോയി ചെന്നിട്ട് ഏകാന്തയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം നമ്മൾ 14-ാം അധ്യായം 23-ാം വാക്യത്തിലും ഇതുപോലെ തന്നെയാണ്. യേശു ക്രിസ്തു എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം, ആൾക്കൂട്ടത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നതും
അവിടെ രാത്രി കാലം മൊത്തം ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ നോയമ്പ് സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ യഹോവയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥന മാത്രം ഒരു 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 ആയുധമാണുള്ളൂ നമ്മൾ ബന്ധപ്പെടാനായിട്ട്. ആ ആയുധം നമ്മൾ ഉപയോഗിക്കണം. ആയുധം നമ്മളെ ഉപയോഗിക്കാനായിട്ട് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിൽ നമ്മൾ മറക്കാതെ നമ്മളത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളിവിടെ നമ്മൾ ഈ ആത്മീയപരമായ ഉദ്ദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ വിശ്വാസത്തിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രം വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. യേശു ക്രിസ്തു നമ്മൾ അശുദ്ധരാണെങ്കിലും അത് നമ്മളെ സ്വീകരിക്കുന്നതും യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു നമ്മുടെ ശാരീരിക സൗഖ്യത്തിനെക്കാട്ടി കൂടുതൽ നമ്മളെ ആത്മീയ സൗഖ്യത്തിനാണ് നമ്മൾക്ക് പ്രാധാന്യം നൽകുക. നമ്മുടെ സൊസൈറ്റി സൗഖ്യത്തിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ആത്മീയ സൗഖ്യത്തിനാണ് നമുക്ക് പ്രാധാന്യം തരുന്നത്. നമ്മുടെ എല്ലാ സേവനങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസം നമ്മളെ തന്നെ ആത്മനിരീക്ഷണം ചെയ്ത് പശ്ചാത്തലം ചെയ്ത് പ്രാർത്ഥനയുടെ സമയം കണ്ടെത്തി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ അദ്ദേഹത്തിനെ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ പാപത്തിനെയും ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ ആ കുഷ്ഠരൂപത്തിലുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിനെ നമ്മൾ കഴുകിക്കളയുവാനായിട്ട് നമ്മൾ ഇന്ന് ബാധ്യസ്ഥരാണ്. അതിനെ നമ്മൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മൾ ആത്മശുദ്ധി എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളോട് ഈ പ്രകാരമാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് ഇത് പറയുന്നു, ഞാൻ നിങ്ങളുടെ പാപത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ പാപത്തെ മാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തിനെ ഞാൻ ക്ഷമിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിനെ മാനിക്കാൻ നമ്മുടെ പാപത്തിനെ ഏറ്റുപറയുവാണെങ്കിൽ ദൈവം നമ്മളെ ഉണ്ടല്ലോ ക്ഷമിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ അധർമ്മത്തിൽ നിന്ന് ശുദ്ധരായിത്തീരും. അപ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസയോഗ്യരും നമ്മൾ റൈച്ചസ്നെസ്സും ആയിത്തീരത്തുള്ളൂ. നമ്മൾ ഒരു റിലീജിയസ് മൈൻഡ് ആകത്തുള്ളൂ. ഇത് നമ്മളെ 1 യോഹന്നാൻ 1 വാക്യത്തിൽ 9-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ സുപരിചിതമായ 51-ാം വാക്യത്തിൽ 51-ാം അധ്യായത്തിൽ സങ്കീർത്തനം 51-10 നമ്മൾ പറയുന്നത് ഇത്, യഹോവേ എൻ്റെ ഉള്ളിൽ ശുദ്ധ മനസ്സ് ഉൽപ്പദിക്കണേ, എൻ്റെ ഹൃദയത്തിൽ നീ സ്ഥിരമുള്ള ആത്മാവെന്നിൽ ഉൽപ്പാദിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇത് ദാവീദ് ഈ വചനത്തിൽ നമ്മളെല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ യഹോവ നമ്മളെ കേൾക്കും. നമ്മുടെ അശുദ്ധികളെല്ലാം കഴുകിക്കളയുകയും ചെയ്യും. നമ്മൾ ഏകാന്തയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപവാസം നമ്മുടെ ആഹാരത്തിനെ വെടിഞ്ഞുകൊണ്ട് അർത്ഥമില്ല. നമ്മൾ ഉപവാസത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മളെ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ യഹോവയിലേക്ക് അടുത്ത് ചേരുന്നുള്ളൂ. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത്, ത്യാഗം എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ ത്യാഗത്തിനേക്കാട്ടും വലുത് നമ്മുടെ പ്രാർത്ഥനയുടെ ചെയ്യുന്ന ത്യാഗമാണ്. എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ആ സമയമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ സമയം കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ യോയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇതോ പ്രകാരം നമ്മൾ കാണുന്നു. എന്താണ് അവിടെ കാണുന്നത്? നമ്മൾ അതിനെപ്പറ്റി നമ്മളത് നോക്കാം. യോയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം പറയുന്നത്, എന്നാൽ യഹോവ ഈ വചനം കേൾക്കാം, നിങ്ങൾ കേൾക്കുകയും ഉപവാസത്തോടുകൂടി കഴിയുകയും അടിക്കുകയും അതുപോലെ തന്നെ മനസ്സിനെ നിങ്ങൾ കഴുകി എൻ്റെ അടുത്ത് വരുവീൻ, അപ്പോൾ ഞാൻ നിങ്ങളെ പശ്ചാത്തപിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നത്. അതായത് യഹോവയുടെ അടുത്ത് നമുക്ക് ഉപവാസം ചെയ്ത് കരയും കണ്ണുനീരോടുകൂടി നമ്മളെ മനസ്സ് മാറി നമ്മൾ യഹോവയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പശ്ചാത്തപിച്ചു എന്ന് വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ശുദ്ധീകരണം നമ്മുടെ
അതാണ് നമ്മളെ യഹോവ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ ആയിത്തീരുവാൻ, നമ്മൾ അങ്ങനെ തിരിച്ചു വരുന്ന ആ കുഷ്ഠരോഗത്തിൻ്റെ, പാപത്തിൻ്റെ കുഷ്ഠരോഗം നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ തിരിച്ചു വരുന്നു. യഹോവ നമ്മളെ വീണ്ടും സമൂഹത്തിൽ പുനഃസ്ഥാപിക്കുകയും സ്വർഗത്തിൽ പുനഃസ്ഥാപിക്കുകയും നമ്മൾ ചെയ്യുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ 17-ാം വാക്യത്തിൽ നമ്മൾ ഇത് കാണുന്ന ഈ പ്രകാരമാണ്. എന്താണ് അവിടെ കാണുന്നത്? നമ്മൾ കാണാം. ഈ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, ഏതെങ്കിലും വ്യക്തി യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് അവൻ പുതിയൊരു സൃഷ്ടിയായി മാറുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് ഒരു പുതിയ ജീവനിലേക്ക് സൃഷ്ടികരിക്കപ്പെടുന്നു. നമ്മൾ പുതിയ ജീവനിലേക്ക് നമ്മൾ ആധുനികീകരിക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. അങ്ങനെ പുതിയ രീതിയിൽ നമ്മളിപ്പോൾ നവീനീകരിക്കപ്പെട്ടിട്ട് നമ്മൾ വേണം ജീവിക്കാൻ. അതാണ് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നതും ഈ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അതുപോലെ തന്നെ അപരാധബോധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇൻഎഫിഷ്യൻസിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിനോട് നമ്മളോട് വിശ്വാസത്തിലും താഴ്മയിലും നമ്മൾ ആഗ്രഹിക്കേണ്ടത്, യേശുവേ നീ ഞങ്ങളെ തൊടുവീൻ, നീ തൊട്ടാൽ മാത്രം മതി, ഞാൻ നിശ്ചയമായിട്ട് എൻ്റെ ഈ പാപം ഞാൻ ശുദ്ധീകരിക്കപ്പെടും, ഞാൻ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മളെ ആ സമയത്ത് നമ്മളെ യേശു പരിശുദ്ധാത്മാവല്ല തൊടാനായിട്ട് നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. നമ്മൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സമൂഹം നമ്മളെ വെറുത്താലും യേശു ക്രിസ്തു നമ്മളെ വെറുക്കത്തില്ല. അത് നമ്മൾ ഓർത്തിരുന്നോണം. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഏകാന്തയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഈ നോയമ്പ് സമയത്ത് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ നമ്മൾ അടുക്കത്തുള്ളൂ, നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. നമ്മുടെ ഈ ഉപവാസം നമ്മുടെ ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടുള്ള പ്യൂരിറ്റിയാണ് ആഗ്രഹിക്കുന്നത്, ആന്തരികമായിട്ടുള്ള ശുദ്ധതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ശുദ്ധരായിത്തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയം അതാണ് ഇന്നത്തെ. നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ പാപത്തിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഷ്ഠങ്ങളാണ്. ആ കുഷ്ഠങ്ങളെ നമ്മൾ കഴുകിക്കളയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? യേശു ക്രിസ്തു നമ്മളെ തൊടണം, നമ്മളെ സ്പർശിക്കണമെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ യേശു ക്രിസ്തുവിനെ സ്പർശിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇമീഡിയറ്റ്ലി നമുക്ക് പരിവർത്തനം ഉണ്ടാകുന്നു. നമ്മളെ യേശു ക്രിസ്തു തൊട്ട് കഴിയുമ്പോൾ ഇമീഡിയറ്റ്ലി പരിവർത്തനം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വിറ്റ്നസ്സായി മാറുന്നു, സമൂഹത്തിൽ അവർ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉപവാസത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശുദ്ധ ജീവൻ നമുക്ക് തരുകയും നമുക്ക് നവീനീകരിക്കപ്പെടുകയും നമ്മുടെ ഈ 7-ാം ദിവസത്തെ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായിത്തീർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കുഷ്ഠത്തിനെ നമ്മൾ കഴുകിക്കളഞ്ഞ് നമ്മൾ പുതിയൊരു മനുഷ്യനായി തീരത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ കുടുംബത്തിന് അതെല്ലാം പ്രയോജനകരമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോട് നമ്മൾ താഴ്ന്നു വീണ് അപേക്ഷിച്ച് വർത്തുക. യേശുവേ, നീ എന്നെ തൊട്ടാൽ മാത്രം മതി, നീ എന്നെ സ്പർശിച്ചാൽ മാത്രം മതി, നിശ്ചയമായിട്ടും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപം മാറിക്കിട്ടുമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.